ഹലോ, നമുക്കിന്നൊരു ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്യാം. ഞാനിവിടെ ഒരു വീക്കിലേക്കുള്ള വീക്ക്ലി സ്പ്രെഡാണ് ചെയ്യുന്നത്. വേണ്ടതെല്ലാം ഞാൻ ആദ്യം തന്നെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് റഫായിട്ട് പെൻസിൽ യൂസ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ മാർക്കർ യൂസ് ചെയ്ത് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ബ്രഷ് പെൻസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ഓരോ ഡേയ്സിന് വേണ്ടിയിട്ടും ഓരോ ബോക്സ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ ബോക്സിന് ഒരു ജസ്റ്റ് ബോർഡർ വരച്ചു കൊടുക്കാം. ആദ്യം ഞാൻ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഈ ബോർഡർ വരച്ചിരിക്കുന്നത്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കട്ടാക്കി കൊടുക്കുന്നതെന്ന് മാത്രം. എന്നിട്ട് കുറച്ച് സ്പേസ് വിടുന്നുണ്ട്. അവിടെ ഡേയും ഡേറ്റും എഴുതാൻ വേണ്ടിയിട്ടാണ്. അതുകൂടിയൊക്കെ ഒന്ന് എഴുതി കൊടുക്കണം. ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു ടീ ബാഗിൻ്റെ തീമാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഏത് തീം വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിവിടെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു തീം ചൂസ് ചെയ്തതന്നേ ഉള്ളൂ. എന്നിട്ട് ഇനി നമുക്കിത് എക്സ്ട്രാ ഉള്ള സ്പേസസിലെല്ലാം വരച്ചു കൊടുക്കാം. ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡേറ്റ് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പേസ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ലൈറ്റർ ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യണം. ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ ഡേറ്റ് എഴുതി കൊടുക്കാൻ പോകുന്നത്. ഇനി ഇവൻറ്റ്സിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഞാൻ വിട്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതായിട്ട് ഈ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഇവൻറ്റ്സ് കൊടുക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ടു ഡു ലിസ്റ്റും കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ കലണ്ടർ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മന്തിൽ. ഇത് നമ്മൾ വേണമെങ്കിൽ മാത്രം വരച്ചാൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് നമ്മൾ എഴുതുമ്പോൾ കലണ്ടർ യൂസ് ചെയ്ത് തന്നെ എഴുതുക. കാരണം ഞാനിത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിച്ചെഴുതുക. ഇനി പെൻസിലിൻ്റെ മാർക്സ് എല്ലാം ഒന്ന് എറേസ് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ ഉണ്ടായിരിക്കും. അതെല്ലാം നല്ല ക്ലീനായിട്ടൊന്ന് എറേസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എല്ലാം ഒന്ന് കളർ ചെയ്തും കൂടി എടുക്കാം. ഞാനിവിടെ ജസ്റ്റ് കളർ ചെയ്യാൻ ലീഫ് മാത്രമേ ഉള്ളൂ. അതൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇവൻറ്റ്സും ടു ഡു ലിസ്റ്റും എഴുതിയില്ലേ, അതുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താലും പ്രശ്നമില്ല. ഇനി ആ ഡേറ്റ് കൂടി ഒന്ന് എഴുതി കൊടുക്കാം. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ജേർണൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്